നമസ്കാരം. 2018 സ്ത്രീ പ്രവേശന, അതായത് യുവതീ പ്രവേശന ഇതുമായി ബന്ധപ്പെട്ടിട്ട്, അനുമതിയുമായി ബന്ധപ്പെട്ട്, ആ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അന്ന് ഇതിനെ ഒരു വലിയ വിഷയമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ട ഒരു പാകപ്പെടലായിരുന്നു ഇവിടുത്തെ BJPയും കോൺഗ്രസ് പാർട്ടിയും ചെയ്തിരുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. എന്നാൽ ഇപ്പോൾ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിൽ വീണ്ടും ഇങ്ങനെയൊരു ശബരിമല എന്ന് പറയുന്നതിനെ ഒരു വിവാദ വിഷയമാക്കി ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ വളർത്തി ഇങ്ങനെ നിർത്താൻ ഇവരിപ്പോൾ BJPയും കോൺഗ്രസും തയ്യാറെടുക്കുന്നു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാര്യം വ്യക്തമായ, ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇന്ന് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സബ്മിഷൻ പോലും ഉന്നയിക്കാൻ ഇവർക്ക് പ്രതിപക്ഷത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അതേസമയം കള്ളന്മാർ, അമ്പലം വിഴുങ്ങികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാനർ പിടിച്ചുകൊണ്ട് വെറും ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ മാത്രമാണ് കാര്യങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുപോയത്. അല്ലാതെ ഒരു നോട്ടീസ് കൊടുക്കാനോ ഒരു സബ്മിഷനായി പോലും ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം മടിച്ചത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. പ്രതിപക്ഷത്തിന് സുഖമായി വേണമെങ്കിൽ ഒരു അടിയന്തര പ്രമേയം എന്നുള്ള നിലയിൽ ഒരു ചർച്ചയ്ക്ക് വെക്കാമായിരുന്നു. കാര്യം പ്രതിപക്ഷത്തിന് ഇപ്പോൾ അടിയന്തര പ്രമേയ ചർച്ചകളെ ഭയമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം എന്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയില്ല എന്ന് ചോദിച്ചാൽ കൃത്യമായ മറുപടികളും കൃത്യമായ ഒരു കാര്യങ്ങളുമെല്ലാം അവിടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ള ഒരു ഭയപ്പാടിലായിരിക്കാം ഒരുപക്ഷെ അവർ നിൽക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആഗോള അയ്യപ്പ സംഗമം ഒരു വൻ വിജയമായി മാറും എന്ന ഒരു സാഹചര്യം നിലവിൽ ഉള്ളപ്പോൾ വളരെ പെട്ടെന്നാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആ സ്പോൺസർ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നത്, ഇങ്ങനെ പീഠം കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അതിൽ കാര്യക്ഷമമായ വെട്ടിപ്പ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെ അതിനകത്ത് കുറ്റക്കാരാണ് എന്നുള്ള തരത്തിൽ ഒരു പരാതിയുമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുന്നോട്ട് പോയതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ലേ എന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അദ്ദേഹം അങ്ങനെ പോകുന്നു, അവിടെ പോയി പരാതി കൊടുക്കുന്നു. പരാതി കൊടുക്കുന്നതിനെ തുടർന്ന് സർക്കാർ ഇവിടെ എന്തിന് ആഗോള അയ്യപ്പ സംഗമം നടത്തി എന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ചർച്ചയായി മാറേണ്ടതുണ്ട്. അതായത് ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിനെ പ്രധാനമായും രാഷ്ട്രീയ ലക്ഷ്യത്തോട് മാത്രമാണ് എല്ലാവരും കാണുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് ഉണ്ടായി വന്ന ഒരാളൊന്നുമല്ല. ഏകദേശം 2013, 2003, 2005 കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം വളരെ ശക്തനായി ശബരിമലയിലേക്ക് എത്തിച്ചേർന്ന ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് 2003 മുതൽ 2005 ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് BJPയുമായി അടുത്ത ബന്ധമുണ്ടെങ്കിൽ തന്നെയും അതേപോലെയുള്ളൊരു ബന്ധം കോൺഗ്രസുമായും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം സോണിയാഗാന്ധി ഉൾപ്പെടെ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വൈറലായിരുന്നു. അപ്പം സോണിയാഗാന്ധിയെ പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിനെ, ഇവിടുത്തെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് നേതാവിന് പോലും കഴിയില്ല പോയി കാണാൻ. അപ്പോൾ അത്രയും സാഹചര്യം ഉള്ളപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് സോണിയാഗാന്ധിയുമായി നേരിട്ട് ഒരു സന്ദർശനത്തിനുള്ള അവസരം ഒരുങ്ങിയത് എന്ന് നമുക്ക് സ്വാഭാവികമായി സംശയം തോന്നും. ആ സംശയത്തിന് ചിലപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഇവിടുത്തെ ഉന്നതരായ പല കോൺഗ്രസ് നേതാക്കന്മാരിലേക്കുമായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ കോൺഗ്രസിൽ ഒരു ശക്തമായ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ കോൺഗ്രസിൽ ഒരു പ്രബലനായി മാറി നിൽക്കാൻ കോൺഗ്രസിലെ പല നേതാക്കന്മാരുമായും അഭേദ്യമായ ഒരു ബന്ധം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു യഥാർത്ഥ മൂല്യം എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളതിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ അവിടെ തിരിച്ചുവിടുകയും ശബരിമലയെ പിന്നീട് ഒരു വലിയ വിവാദ വിഷയമാക്കി ഉയർത്തി ഇങ്ങനെ നിൽക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ നടത്തിയത്. അതിന് കൃത്യമായി പറഞ്ഞാൽ ഉപോത്ബലകമായ ഒരു തെളിവ് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ കാണാനില്ല എന്ന് പറഞ്ഞ പീഠം അവിടെ നിന്ന് കണ്ടെടുക്കുന്നത്. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഒരു നാടകം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ തനിക്ക് മറവിരോഗമാണ് തനിക്കുള്ളത് എന്ന തരത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം അത് തൻ്റെ തെറ്റായി പോയി, ഞാൻ ഇങ്ങനെ അവിടെ കൊണ്ട് വെച്ചിരുന്നതാണ്, തനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്, തൻ്റെ ഓർമ്മയിലേക്ക് അത് എത്താഞ്ഞതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തോ ചില കാര്യങ്ങൾ മറയ്ക്കാനുണ്ട്, പലതും എൻ്റെ ഓർമ്മയിലില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അന്വേഷണം ഇങ്ങനെ കൊണ്ടുപിടിച്ച് നടക്കുന്ന സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏകദേശം 30 കോടിയോളം രൂപയിലുള്ള ഭൂമി ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. തിരുവനന്തപുരം അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇദ്ദേഹം 30 കോടിയോളം രൂപയുടെ ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അവിടുന്ന് ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെമ്പ് പാളികൾ മറ്റു പല സ്ഥലങ്ങളിലും, ബാംഗ്ലൂരിലും ചെന്നൈയിലും ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും വെച്ച് പൂജ നടത്താനുള്ള, എന്ന് വെച്ചാൽ ഇതിനെ, അതായത് വളരെ വൈശിഷ്ട്യം എന്ന് നമ്മൾ കരുതി പോരുന്ന ശബരിമലയിലെ അത്തരത്തിലുള്ള ചെമ്പ് പാളികൾ കൊണ്ടുവച്ചുകൊണ്ട് അതിനെ ഒരു പ്രദർശന വസ്തുവാക്കിക്കൊണ്ട്
പണം തട്ടിയെടുക്കാനുള്ള ശ്രമവും ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതായിട്ട് വ്യക്തമാവുന്നുണ്ട്. എന്നാൽ നടൻ ജയറാമിൻ്റെ വീട്ടിൽ നടത്തിയപ്പോൾ ജയറാം പറഞ്ഞാൽ ദക്ഷിണ മാത്രം കൊടുത്തുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, വേറെ പണമായി വേറൊന്നും കൊടുത്തിട്ടില്ല എന്ന് ജയറാം പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. ഒരുപക്ഷെ അതിലെ കൂടുതൽ വിവാദങ്ങളിലേക്ക് ജയറാമിന് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ശ്രമം എന്നുള്ള തരത്തിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴും ഈ രീതിയിൽ ഇപ്പം ഇനി ജയറാമിൻ്റെ വീട്ടിൽ മാത്രമാണോ? അല്ല, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇദ്ദേഹം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇതിനെ ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റാനുമൊക്കെയുള്ള അധികാരം ആര് കൊടുത്തു, എങ്ങനെ ലഭിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ അന്വേഷിക്കേണ്ടത്. അല്ലാതെ ഇതിനെ ഒരു രാഷ്ട്രീയ ഒരു വശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ശബരിമല ആഗോള അയ്യപ്പ സംഘം നടത്തിയത് ഇവിടെ രാഷ്ട്രീയമായി ഒരു ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന തരത്തിൽ അതിനെ വക്രീകരിച്ചു കൊണ്ടുപോവുകയാണ് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇടതുപക്ഷ നേതാക്കന്മാരും ഇടതുപക്ഷ മന്ത്രിസഭയും അതോടെ ദേവസ്വം ബോർഡ് മന്ത്രിയും PS പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം ബോർഡ് അധികൃതരും ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥ കാണിച്ചു. ഇവരെല്ലാം കള്ളന്മാരാണ്. ഈ പറയുന്ന ഈ കിലോ സ്വർണം എടുത്തുകൊണ്ട് ഇവരെല്ലാം ഇവിടെ പൊട്ടിച്ച് അവരവരുടെ വീട്ടിൽ കൊണ്ടുവച്ച് ചെലവഴിച്ചു എന്നതടക്കം ഉള്ള തരത്തിലേക്കല്ലേ അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് കാര്യം, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NSS കൃത്യമായി അവരുടെ നിലപാട് വ്യക്തമാക്കി. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് NSS അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന് അവർ അനുകൂലിച്ച് നിൽക്കുന്നു. SNDP ഒരു ഹിന്ദു സമൂഹത്തിലെ പ്രധാനപ്പെട്ട 2 സമുദായങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപിച്ച സമയത്ത് NSSനെ സംബന്ധിച്ചിടത്തോളം NSSും SNDPയും സത്യത്തിൽ BJPയും കോൺഗ്രസും ഒരേപോലെ വോട്ട് ബാങ്കായിട്ട് കാണുന്നതാണ്, പ്രധാനമായി NSS. അപ്പോൾ അങ്ങനെ അവർ അനുകൂല ഭാവം പ്രകടിപ്പിച്ച് നിൽക്കുമ്പോൾ ഇതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ, എന്തുകൊണ്ട് വ്യതിചലിപ്പിക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശബരിമലയിൽ ഉണ്ടാകുന്ന ഏത് വിഷയത്തെയും അതിശക്തമായി എതിർത്തിട്ടുള്ളവരാണ് NSS. നമുക്കറിയാം, ഇവിടെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരു നിലപാട്, അതായത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുമെന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ആദ്യമായി പ്രതിഷേധവുമായി രംഗത്തേക്ക് ഇറങ്ങിയത് ഇതേ NSS തന്നെയാണ്. അപ്പോൾ ആ NSSൻ്റെ ഉള്ളിലേക്ക് ഒരു തീ എടുത്തിടുക അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ലക്ഷ്യം. അപ്പോൾ NSS സ്വാഭാവികമായും അവരെടുത്ത ആ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയിക്കൊണ്ട് വീണ്ടും പഴയപടി തന്നെ അവർ ഒരു സമദൂരത്തിലേക്ക്, ഇപ്പോൾ ശരിദൂരമാണ്, വീണ്ടും ഒരു സമദൂരം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് അവർ പോവുകയും ക്രമേണ അത് കോൺഗ്രസിന് അനുകൂലമായി മാറുകയും ചെയ്യുന്നു. പക്ഷേ ഇത്രയും ദിവസമായിട്ടും NSS അവരുടെ നിലപാടിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ശരിദൂരം എന്ന് പറയുന്ന അതേ നിലപാട് തന്നെ അവർ സ്വീകരിച്ചു പോരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വ്യക്തമായ കൃത്യമായ കാര്യങ്ങളെല്ലാം ഇനിയും അന്വേഷണത്തിലൂടെ തെളിയേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ ഇത് സ്വർണ്ണമാണോ ചെമ്പാണോ, ഈ സ്വർണ്ണത്തിൽ പൊതിഞ്ഞതാണോ ചെമ്പ് പാളികളാണോ കൊടുത്തയച്ചത് എന്ന് സംബന്ധിച്ച് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഈ പറയുന്ന പോലെ തിരുവാഭരണം കമ്മീഷണറാണ്. അപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലെ സംഭാവന കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം, അതായത് സംഭാവനയായിട്ട് സ്വർണ്ണമൊക്കെ കിട്ടുവാണെങ്കിൽ തിരുവാഭരണ കമ്മീഷനാണ് ഇതിൻ്റെ എല്ലാ ചുമതലക്കാരൻ. അപ്പം ഈ 19 കൊണ്ടുപോയി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയിരിക്കുന്ന ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ ചെമ്പുപാളിയിൽ സ്വർണം പൊതിഞ്ഞതാണോ അതോ ചെമ്പുപാളി മാത്രമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഉറപ്പുവരുത്തേണ്ട ഒരാളും ഈ പറയുന്ന കമ്മീഷണർ തന്നെയാണ്. അപ്പം ഇതിൽ ഈ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ഈ ദേവസ്വം ബോർഡ് കമ്മീഷണർക്കാണ് എന്നിരിക്കലും സർക്കാരിനെ എങ്ങനെയെങ്കിലും തേജോവധം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഒരു അജണ്ടയായി മാറിയിരിക്കുന്നത്. അതായത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ശബരിമലയെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ ഒരു പ്രചരണായുധമാക്കി മാറ്റാനാണ് ശരിക്കും BJPയും കോൺഗ്രസ് പാർട്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാകും. അതുകൊണ്ട് തന്നെയാണ് MP രാജേഷ് നിയമസഭയിൽ ചോദിച്ച പോലെ അവർക്ക് എന്തുകൊണ്ടൊരു സബ്മിഷൻ അവതരിപ്പിക്കാൻ സാധിച്ചില്ല, എന്തുകൊണ്ടാണ് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ സാധിച്ചില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സബ്മിഷൻ കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായ ഒരു കണക്ക് അവതരണമായിരുന്നില്ല അവരുടെ ലക്ഷ്യം. അവർക്ക് MP രാജേഷ് പറഞ്ഞതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു പുകമറ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോരുക. അതായത് ഈ പുകമറ സൃഷ്ടിക്കൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക. അങ്ങനെ നീട്ടിക്കൊണ്ടു പോയതിനു ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഫലം എങ്ങനെയെങ്കിലും അവിടെ നിന്നുകൊണ്ട് പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പ്രതിപക്ഷം ചിന്തിക്കുന്നത്. അല്ലാതെ ശബരിമലയോടുള്ള ഇതോ ഒന്നുമല്ല. ഇതിനകത്ത് പ്രധാനമായി അവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ്. ആഗോള അയ്യപ്പ സംഗമത്തെ പോലും വെറും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം തന്നെ നടത്തിയതിൽ നിന്നും ഇതിനകത്ത് എന്തൊക്കെയോ ചില ഉള്ളുകളികളും ചുറ്റിക്കളികളുമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.